അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് പോക്കാണ്. ആടെ അമ്മയും പിന്നെ ഇതാ അന്തൂട്ടീൻ്റെ അമ്മമ്മയും അച്ചാച്ചനും എല്ലാം മാങ്ങ പറിക്കാനും വിറക് പെറുക്കാനെല്ലാം ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച് എന്നാലും അങ്ങോട്ടേക്ക് പോയിട്ട് വീഡിയോ എല്ലാം ഒന്ന് എടുക്കാമെന്ന്. അങ്ങനെയാണ് നമ്മൾ വിടുന്നത്. അന്തൂട്ടി ഇതിലോട്ട് നടക്കുമ്പോൾ പേടിയുണ്ടോ? പേടിയില്ല. എന്നാ ഒറ്റക്ക് പോവില്ലേ? ഒറ്റക്ക് പോവില്ലേ? ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് മറ്റേ ഇതാ ഓർമ്മ വരുന്നു. അല്ല, മരിച്ചതൊന്നുമല്ല. നമ്മൾ ആറള ഫാമിലേക്കൂടെ ഇങ്ങനെ നടക്കുന്നേ. ഇരുട്ടാന്നല്ല ഇതിൻ്റെ ഉള്ളിൽ എത്തുമ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് മരം മുറിച്ചിട്ട് അന്നേരം നല്ല വൃത്തിയുണ്ടായിരുന്നു. വീണ്ടും കാട് കയറി. നടക്ക്. അങ്ങനെ ആരും അനങ്ങുന്നുണ്ട്. നമ്മുടെ എവിടെയാ പോകുന്നത് നമ്മള്? കുയ്യ അമ്പടോ തിന്നിട്ട് മുഖത്തതാ കച്ചറ. കുന്ന് കയറിയെന്ന് കഴിച്ച. അപ്പം നിലത്ത് നോക്കി നടന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോവും. പറിക്കുന്നുണ്ട്. അങ്ങനെ പറയാറ് കുറ്റിയാട്ടൂർ മാങ്ങ. കുറ്റിയാട്ടൂർ മാങ്ങ പകുത്തുന്നുണ്ടാ? അന്നേരം മരം കൊണ്ടുപോകുമ്പോൾ ചളിയായിട്ട് ഇതിലൂടെ ലോറിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ. ട്രാക്ടർ വന്ന വഴിയായത്. കുന്ന് കയറി പോവേന്ന്. ഇടിയെല്ലാം വരുന്നുണ്ട് കേട്ടാ. അത് നോക്കിയാന്ന് പറഞ്ഞാ പോരെ. നോക്കിയാട്ടേന്ന് പറഞ്ഞാ പോരെ. ഓ നല്ല വ്യൂ. ഇവിടെ നോക്കുമ്പോ നമ്മളെ ITM കോളേജ് കാണും. കാണിച്ചരേ, ITM കോളേജ്. ഇതാ 8-6 മലപ്പട്ടം ഭാഗങ്ങളാണല്ലോ. പാവന്നൂര് ആ ഭാഗങ്ങളാണ് അങ്ങനെ കാണുന്നത്. ഇവിടെ മരം പൊട്ടി വീണോണ്ട് എപ്പോഴും കടക്കാൻ കഴിയോ? ഇവനെ എങ്ങനെ അപ്പുറം കടത്തും? അമ്പടൂനാ മുള്ളും ഉണ്ട്. ഇങ്ങ വാ അമ്പടൂ, ഇങ്ങ അമ്മ എടുക്കാം. അങ്ങോട്ട് പോകല്ലേ, മഴ പെയ്തോ ചിലപ്പോൾ ഇടിയോ. ഇങ്ങോട്ടുന്നോ ഇടണം. ദാമ്പി ചേറ് മരത്തിൻ്റെ അടുത്തൊന്നും പോകണ്ടേ. അത് അലർജിയാവും, സ്കിൻ അലർജി ഉണ്ടാക്കൂ. ഇതിൻ്റെ അപ്പുറത്തോട്ട് കംപ്ലീറ്റ് പണയാന്ന്. പണാന്ന് പറഞ്ഞാൽ ചെങ്കൽ പണ. കാണിച്ചറ. അയ്യോ ഒരണ്ടി വാങ്ങാം. ഇതാ ഒരണ്ടി വാങ്ങി. ഇതാ പക്ഷേങ്കിൽ വൃത്തിയില്ല കാണാൻ. അതാരതാന്നറിയില്ല. പോകുമ്പോൾ നമ്മളെന്തായാലും അത് പറിക്കും. ആരതായാലും ഇവിടെ ഒരു മരം പൊരിഞ്ഞ് അങ്ങനെ വീണിട്ടുണ്ട്. മുള്ളുണ്ടാ അക്ഷൻ്റെ ബാക്കിൽ. ഗൈസ് ഇതെല്ലാം പണയാണ്. ലോക്ക്ഡൗണിൽ ഏറ്റവും കൂടുതൽ ചെലവഴിച്ച സ്ഥലമാണ് ഇത്. ഇവിടെ ആ സമയത്ത് ഇങ്ങനെ വിശാലമായ പറമ്പല്ല, പണയം തന്നെ. പക്ഷെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വേസ്റ്റ് തട്ടിയിട്ട് പോലെ ഉണ്ടായിട്ടില്ല. നല്ല നിരപ്പായ പണയനും. ഈശമരങ്ങളാണ്, നിറച്ച അക്കീശമരങ്ങളാട്ടോ ഇടാ. അപ്പോൾ ഗൈസ് നമ്മളിതാ പണയൻ്റെ അടുക്ക് എത്തി. പണ കണ്ടോണ്ടിരിക്കുക. പഴയ വേർത്ത് അലാക്കായി.
കുതിരന്നുണ്ടേനാ പൈസ ഇവിടുന്ന് അങ്ങോട്ട് ഏക്കർ കണക്കിന് പണയാന്ന്. എവിടുന്നോ JCB മാന്തുന്ന ഒച്ച വെക്കുന്നുണ്ട്. ദാമ്പി അങ്ങോട്ട് പോണ്ട, ദാമ്പി ഇടിയേ. അവിടെ ഇരുന്നോ അനങ്ങാണ്ട്. പ്രപഞ്ചം ഗൈസ് അങ്ങോട്ട് നോക്കൂ, ഒന്നും കാണൂല. ഇങ്ങോട്ട് നോക്കൂ, ആടെയും ഒന്നുമില്ല. നേരെ നോക്കൂ, ഒരു കാക്ക പറന്നത് കാണാം. അപ്പൊ അവിടെ വേസ്റ്റ് ഉണ്ട്. വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവർക്കൊരു വീഡിയോ എടുക്കണമെന്ന്, അതുകൊണ്ട് ഇവരങ്ങോട്ടേക്ക് പോക്കാന്ന്. ആ സ്ഥലത്ത് നിരപ്പായ സ്ഥലത്ത് നിൽക്കാൻ വേണ്ടിട്ട്. ഇവിടെ ഇങ്ങനെ കാട്ടുപന്നിയും മുള്ളംപന്നിയെല്ലാം ഉണ്ടാവും, അതാന്നൊരു പേടി. ഇല്ല, പകലുണ്ടാവൂല. ഈനിടക്ക് നമ്മൾ ആടെ വരുമ്പോ അത് നല്ല ലെവല് സ്ഥലേനു, ആ ബിൽഡിങ്ങിന്റെ കണക്കായിട്ടുള്ള ലെവല് സ്ഥലേനു. ഇപ്പം നോക്കിയിട്ട് അത് കുഴിപ്പണിയല്ലേ. ഓക്കെ, എടുക്ക നമുക്ക്. ഇവിടെ ഒരു വലിയ കുഴിപ്പണിയുണ്ട്. എന്താ ഇവിടെ അന്നൊരു മിഷ്യൻ കണ്ടില്ല, അത് ഇവിടുന്ന് മാറി തോന്നുന്നു, മാറ്റി. കുറേ എത്രയാ കല്ലിങ്ങനെ ഇട്ടിട്ട്. സൈഡിൽ വരല്ലേ, സൈഡ് ഇടിഞ്ഞു പോകും, അതുകൊണ്ട് അങ്ങോട്ട് പോടെ. നിറച്ചും കല്ലുണ്ട്. ഇത് കണ്ട, ഇവിടെല്ലാം ഇങ്ങനെ കല്ല് മുറിച്ചിങ്ങനെ ഇതാക്കി എടുക്കുന്നു കേട്ടോ. നല്ല കല്ലല്ല. വേണ്ട വേണ്ട, സൈഡിലൊന്നും ഇടാ, വാ പോ. ഇത് കണ്ട, ഇവിടെയെല്ലാം മുറിച്ചത് കല്ലിങ്ങനെ വിഷം വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തത്. ഇതെല്ലാം നല്ല കല്ലല്ലേ അല്ലേ. നമുക്കിങ്ങനെ നമ്മളൊക്കെ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല ഇങ്ങനെ കല്ല് കിട്ടിയാൽ മതിയല്ലേ. ഇത്ര ആ ചാടി, നീ ചാടിയ കല്ലെല്ലാം മതി നമുക്ക് ശരിക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ താഴോട്ട് ഇറങ്ങട്ടെ. ബാബുക്ക് ലോറി വേണോ? ആ, നമുക്ക് വാങ്ങേ, നമുക്ക് പറശ്ശിനി പോയിട്ട് വാങ്ങേ. എന്തോടാ സാഹസികമായിട്ട് കേറുന്ന അന്തൂട്ടി. അതാ മുള്ള്, എൻ്റെ കാലിന് മുള്ള് നിറച്ച് കൊണ്ടുവരടങ്ങിനി. അണ്ടി വാങ്ങ കുറച്ചാലോ, അണ്ടി വാങ്ങ. ആരതായാലെന്നോ അണ്ടി വാങ്ങ കുറച്ച്. നമ്മള് തിന്നോക്കട്ടെ. നല്ല മധുരമുണ്ട്. വേണ സന്തൂട്ടി അണ്ടി വാങ്ങ പറിക്കാൻ പോയി. മുള്ളേർക്കല്ലേ, കടിച്ചോക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ. എടാ അവിടെ ബ്ലോക്ക്, ഞാൻ അതിലേ കൂടിയല്ലേ വന്നത്. ആ, അത് സൈഡിലോട്ട് പോ. നിങ്ങൾ എൻ്റെ ബാക്കിൽ വന്നാൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ നടുക്കൂട്ടി തന്നെ പോകണം, അതല്ലേ അതിൻ്റെ സത്യം. കുറ്റിയൊന്നും തിറക്കാണ്ട് എൻ്റെ ബാക്കിൽ ഇങ്ങനെ പോരെ. നല്ല വഴിയിലോട്ട് നടക്കേ, വഴിയിലേ കൂടി ഇങ്ങനെ നടന്നാൽ മതി. ഈ പ്രപഞ്ചം പറന്നിടുന്നു പക്ഷികൾ. അമ്പടും എനിക്ക് അണ്ടി വാങ്ങി തരുന്നില്ലടാ. പിന്നെ സൈഡിൽ കടിക്കേ, അത് കളയില്ല, അത് കളയില്ല, അതാണ് അതിന്റെ പൈസ. ഞാൻ ഫോണിൽ നോക്കി നടക്കുന്നില്ല ഗൈസ്, ഞാൻ നിലത്ത് നോക്കി നടക്കട്ടില്ല, ഞാൻ താഴെ കുന്നിറക്കാന്ന്. ചളിയിൽ പൂണ്ടു പോവാനാ? ഓ, ആ മരം മുറിക്കുമ്പോ അല്ലേ. ശരിക്കും ഈ ആണിയിലോട്ട് നടക്കുന്നേ നല്ലത്, ഈ പുറത്തോട്ട് നടക്കുന്നതിൽ നല്ലത്. പണ്ട് കണ്ടത്തിലോട്ട് ഇങ്ങനെ നടക്കും. എന്നാ കണ്ടത്തിലെ വരുമ്പോ പക്ഷെ ഇത്ര വീതിയൊന്നും ഉണ്ടാവില്ല, ചെറിയ വീതിയായിരിക്കും.
ചാട്. മാംഗോ മാംഗോ. ആ ആടെ 2 എണ്ണം മാത്രം ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് പണേൻ്റെ കരക്ക്. റോഡൊന്നുമില്ല. അപ്പം കുയിപ്പണയിലേക്ക് ഇറങ്ങുന്ന ഒരു റോഡുണ്ട്. അവിടെ നിന്ന് അപ്പുറത്തേക്ക് കിടക്കാൻ റോഡില്ല. ഇല്ല, അത് കംപ്ലീറ്റ് അവിടെ മുട്ടിച്ചിനി. ഏട്ടനാ ഇത് കംപ്ലീറ്റ് മഞ്ചാടി ചെടിയാ. മഞ്ചാടി ഇതാ അപ്പുറത്തെ സൈഡിൽ തെച്ച് മഞ്ചാടിയാ ഉണ്ടാ. അതെല്ലാം മഞ്ചാടിയാ. മഞ്ചാടി കുരു. ഈ വഴിക്കുന്ന കിട്ടിയൊരു വെള്ളക്കല്ല്. ഇതാണ് ഈ വെള്ളാരം കല്ല്. വെള്ളക്കല്ല്. ഞാൻ വെള്ളക്കല്ല് വിറകിടുന്ന് കെട്ടുന്നുണ്ട്. തുമ്മുന്നതാണ്. കുയ്യാന ഇതിൽ കുറച്ച് ആയില്ല അനങ്ങാണ്ട് വെക്കുന്നല്ലേ എനിക്ക് മനസ്സിലാവൂലൂ. ഇതാ ഫോക്കസ് ആവുന്നില്ലടാ. അനങ്ങുന്നില്ലടാ. ഇവൻ അതായത് എനക്കതിന് കാണുമ്പോൾ അങ്ങനെ പിടിക്കലടാ, ചത്തൂലേ. അത് പോയി കാണാടായി. നമ്മളാ പറമ്പത്തിന് നേരെ ഇപ്പുറത്തെ പറമ്പിലേക്ക് ഇറങ്ങി. റബ്ബർ ഷീറ്റ് അടിക്കുന്നിടത്തൊന്നും പോകുന്നില്ല. അങ്ങ് എത്തുമ്പോ സമയാവും. റബ്ബർ എടാ ഇതിനകത്ത് പാലുണ്ട്. ഇതാ ഇതാണ് വെള്ളപ്പാല്. ചിരട്ടപ്പാലാക്കിട്ട് എടുക്കണം. നാറൂല അങ്ങ് റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനെല്ലാം അങ്ങുള്ള. ആ പാല് ഈ ടാപ്പിങ്ങിന് 5 മണിക്ക്. അയ്യോ ഇത് മഴ പെയ്തിട്ടില്ലേടാ. ഈ പാലിൻ്റെ അകത്ത് വെള്ളവും കൂടി ആയിന്. അതാണ് ഇങ്ങനെ. പണ്ടത്തെ മതിൽ കണ്ട കല്ലിങ്ങനെ പെറുക്കി പെറുക്കി വെച്ചേ. പക്ഷെ നല്ല ഉറപ്പാണ് ഇതിന്. കണ്ട മതിൽ കണ്ട കല്ല് പെറുക്കി വെച്ചിട്ട് നല്ല രസമില്ലേ. അങ്ങത്തോളം ഇങ്ങനെയാന്ന് മതില്. ഗൈസ് ഈ വീഡിയോയിൽ കാണുമ്പോൾ നല്ല വെളിച്ചമുള്ള പോലെ ഉണ്ട്. പക്ഷെ ശരിക്കും ഇതിനകത്ത് ഭയങ്കര ഇരുട്ടുള്ള പോലെ ഉണ്ട് കാണുമ്പോൾ. ശരിക്കും സന്ധ്യാസമയത്തെല്ലാം ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ പേടിയാവും. ഇരുട്ടുള്ള പോലെ തന്നെയുണ്ട്. ഇതും ഒരു റബ്ബറാണേ. പക്ഷെങ്കിൽ ഇതിനകത്ത് ഈ മഹാഗണീൻ്റെ വിത്തിങ്ങനെ പോയിട്ട് നിറച്ച് ഇപ്പം മഹാഗണി കാടാണ്. റബ്ബറും മഹാഗണി ഇപ്പം മിക്സ് ആയിട്ടുള്ളത് കണ്ടാ. അവരങ്ങെത്തി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കുന്നോ. പാല് 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 അല്ലേ. ഇതാണ് റബ്ബർ പാൽ. വഴിയുണ്ട്. പണ്ട് റോഡൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇതിലൂടെ തന്നെ വഴി പോയിക്കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ആ സമയത്ത് ഇവിടെ ഇതേനും എന്താ കശുവണ്ടീൻ്റെ കാട് നിറച്ചും പുറത്തിക്കടേനും. എന്താ ഇവിടെ ഇങ്ങനെ നിറച്ച് ആ മതിലാന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആ മതിലാന്ന്. കല്ലിങ്ങനെ പെറുക്കി 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 വെച്ച പാറ. പക്ഷെ അങ്ങൊരു വീടുണ്ടേനും പണ്ട്. ആടെ ഒരു വീടുണ്ടേനും, പിന്നെ ആടെയും ഒരു വീടുണ്ടേനും. ഈ പാമ്പെല്ലാം ഉണ്ടാവും. ശ്രദ്ധിച്ചു പോയിട്ടില്ലെങ്കിൽ നിറച്ച് എല്ലാ ചിരട്ടയിലും ഇങ്ങനെ വെള്ളം നിറഞ്ഞു. ഇന്നലെ ഭയങ്കര മഴയേനും രാത്രി. എന്താ വീട്ടിൻ്റെ ചുമര് ശരിക്കും കാണാൻ പേടിയാന്ന്. ഇതാ പണ്ടത്തെ കാട് കാട്. നിങ്ങൾ ആദ്യമായിട്ട് ഈ കാട്ടിലേക്ക് വരുന്നത്? എന്തുണ്ട് കാട്ടിലേക്ക് വന്നിട്ടുള്ളവരെ എടുത്തിട്ടുണ്ടോ? അപ്പം കാട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എന്താ എക്സ്പീരിയൻസ്? പേടിയാവും. പ്രേതങ്ങളൊന്നും ഇല്ല. പ്രേതത്തിനെ കണ്ടിനാ? ആരാ പറഞ്ഞ പ്രേതം ഉണ്ടെന്ന്? കർണാടകയിലുണ്ട്. അമ്മൂന്നാ?
വേർത്തിട്ട് ആകാ എന്തെല്ലോ ആയി അല്ലേ. നമുക്ക് പോകാം, വീട്ടിലേക്ക് പോകാം. കുറച്ച് സമയം സന്ധ്യ ടാറ്റാ.